യേശുവേ. ഉടമ്പടിയിലൂടെ തൊട്ടറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. അപ്പോഴിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആണെങ്കിലും ഭയമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും പ്രാർത്ഥിക്കാനല്ലെങ്കിൽ ഒരു ഉറപ്പിന് തലയ്ക്ക് ഭാഗത്ത് വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. മക്കളെ, എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഇവർക്ക് ഡിപ്രഷനാണ്, ഇവർക്ക് ഭയമാണ്, ഉത്കണ്ഠയാണ്. പക്ഷെ അവർ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ്. അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ച് അത് വെക്കുകയാണ്. അവരെത്രയോ വർഷങ്ങളാണത് വെക്കണത്. പക്ഷേ ഇപ്പം അവരുടെ ജീവിതത്തിൽ, ഈ ധന്യയുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്ന്. എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് സ്വതവേ ഡിപ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലം ആയിപ്പോയി. വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി. കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ഒറ്റപ്പെടുന്നുള്ള ഉറപ്പാണ്. നാത്തുമാരും അമ്മയൊക്കെ ഒരു കൈയായിരിക്കും എപ്പോഴും. കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പെട്ടുള്ള ആസ്തി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷെയർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ലോക്കറിൽ വെച്ച് അപ്പത്തിന് അവർ പൂട്ടും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ. നിങ്ങളൊരു 10 കൊല്ലം 15 കൊല്ലം വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടില്ലേ. എനിക്ക് കെട്ടിച്ചു വിട്ട ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ വേണ്ട അകത്ത് കിടന്ന് ഓടരുത്. മറിച്ച് ഒരു 15 കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ. നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കണം. നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ 2 പ്രസവമൊക്കെ കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ല അമ്മയമ്മ അങ്ങനെ പറഞ്ഞ് അമ്മായിയമ്മ അതുകൊണ്ട് കുശിച്ചിട്ട് എന്നെ ഒഴിവാക്കി, എന്നെ പുറത്താക്കി, ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അവർ ആങ്ങളെയും മക്കളും അല്ലേ, അവരമ്മയും മക്കളും അല്ലേ, അതുങ്ങൾ ഒരു രക്തമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ കഴുതകൾക്കില്ല പലതിനും. അപ്പോൾ തന്നെ അവിടെ കയറി വെളിച്ചപ്പാടാകും. വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ, നമ്മൾ സ്വന്തം കാലം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. മുത്തവരാണെങ്കിൽ എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം. എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ചാൽ നിങ്ങൾ എന്ത് കാണിക്കാനാ? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് പ്രസവിക്കാൻ പോയച്ചും തിരിച്ചു വന്നിട്ട് അവൾ വരണില്ല. അവളെന്താ പറയണത്? മാറി താമസിച്ചാൽ വരത്തുള്ളതെന്നാണ് പറയണത്. നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്താ വെച്ചാൽ 2 പെങ്ങന്മാർ പറഞ്ഞു വിടാനുണ്ട്. ഒരമ്മയുണ്ട്, മൂത്തനെ കെട്ടിച്ചതിൻ്റെ കാശിന് കടം തീർന്നിട്ടില്ല. പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഏത് പൊട്ടിക്കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന്. പക്ഷെ അവൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പ്രസവിച്ച് കാണിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അവനെ പറ്റിക്കണം. അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ്. നാട്ടുകാരുടെ മുമ്പിൽ പെറ്റതാണെന്ന് വെച്ചാൽ പെറ്റതാണ്, കെട്ടിയതാണെന്ന് കെട്ടിയതാണ്, കുഴപ്പമില്ല. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽപ്പുണ്ടെന്നറിയാമോ? വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽക്കുകയാണ്. ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവനോട് മൂക്ക് കൊണ്ട് ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവിടെ ഒരു ജീവിതത്തിലാകും. നിങ്ങൾ ഉടമ്പടി എടുക്കണ കൊള്ളാം, പക്ഷേ ഉഡായിപ്പുണ്ടാക്കരുത് ജീവിതത്തിൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുന്നത്. അവിശ്വാസിയ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത്? ഞാനിവിടുത്തെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, അവിടെ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല. ഞാൻ നീ ഒരു അല്പം പുണ്യാളത്തിയാ? അല്ല എന്താ വെച്ചാൽ ഇവിടെ പറയണാണേ,
അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനെ ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും. എന്താ പ്രശ്നത്തിൽ? അതായത് അവരെ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. അപ്പോൾ ചില ചേട്ടത്തിമാരൊക്കെ ഒന്നിച്ചും കൊണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് തരും. ഞാൻ പറഞ്ഞു എന്താ പരിപാടി? ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നച്ചാന്ന് പറയുക. ഞാൻ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്ന? കണ്ടില്ല, ആൾക്കാർ പറയാനുണ്ടെന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയും പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വയസ്സ് എത്ര ഉണ്ട്? വയസ്സ് 56. ആർക്ക്? അപ്പോൾ ഇവർക്ക് 56 വയസ്സുണ്ട്. അപ്പോൾ ഭർത്താവിന് എത്ര വയസ്സുണ്ടാവും? 60 വയസ്സെങ്കിലും ഉണ്ടാവും. ഞാൻ 60 വയസ്സുള്ളൂ, എവിടെയെങ്കിലും പോട്ടെ, കേൾക്കുന്നത്. അതായത് ഈ വിഷയം സിമ്പിൾ എടുക്കണില്ല. ഇത് ഞാനെങ്ങനെ ഓർക്കണം എന്താ വെച്ചാൽ ഇവർക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു അവിശ്വാസിയായ ഭർത്താവ് ആര് മുഖേന വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ഭാര്യ മുഖേന. ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത്. കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ്, ശാരീരിക ചാബല്യം ഭയങ്കരമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒലിപ്പിച്ച് നോക്കി ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഉപദ്രവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും ഭയങ്കര പാർട്ടിയാണെന്ന് വിചാരിക്കും. ഒരു പാർട്ടിയല്ല അയാളൊരു ഭീരുവാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധമില്ലാത്തത് കൊണ്ടാണ് ഇവർ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടെന്ന്. നിങ്ങളൊന്നും വിട്ടിട്ടില്ല, ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യമുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് അമ്മയെ കളത്തിലിറക്കണം. അമ്മ ഇത് ഞാൻ പിടിച്ച് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണ വട്ടരെല്ലാം പോകാൻ? ഇല്ല, പറ്റത്തില്ല. അയാളുടെ നമ്പരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്പർ മൊബൈലും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേറെ മൊബൈൽ, വീട്ടിൽ നടക്കുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവും അയാൾക്ക്. എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും ഊട്ടടക്കാനൊന്നും പറ്റത്തില്ല. മറിച്ച് മര്യാദക്ക് കർത്താവെ എന്തെങ്കിലും വഴിപ്പിശക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിലെന്ന് പറയുമ്പോഴേ നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. നിങ്ങളിപ്പോൾ ഇപ്പോൾ അവിശ്വാസിയായ ഹസ്ബൻഡാണ്, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത്? നിങ്ങൾ പറയണം അയാൾ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ. ദാറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ്. നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വേണം കർത്താവേ ആ മനുഷ്യൻ പാപിയായിട്ട് ജീവിക്കരുത്, അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പുകാരത്തി ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്. അപ്പോൾ വിഷയം മാറും. എന്താ കാര്യം? ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊട്ടിക്കാളി നേരത്തെ ചെയ്തിരിക്കണത് എന്താണ്? അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് താമസിക്കും. എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് മെച്ചമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹല്ലേലൂയ. സന്തോഷത്തോടെ
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ അറിയാവോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക്. നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ ഗുണം അതാണ്, ജീർണത കുറയും ജീവിതത്തിൽ. ഇപ്പം അതിന് ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 16:7 മുതൽ. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തില് പ്രബോധനം നിറയുന്ന കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ, കുടുംബജീവിതത്തിലായാലും ശരി. ഇപ്പൊ ഒരു ഭർത്താവ് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ. അപ്പം മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകൾ വേറെ വല്ല രഹസ്യ ബന്ധങ്ങളെ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ. അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുടുംബപരമായ ജീർണതയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അകപ്പെടാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ എന്താ പറയണത് അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയും. ഇപ്പം നമ്മുടെ ഈ വയനാട് അവരുടെ സാക്ഷ്യം തന്നെ നോക്കിയേ. അവർ ഇപ്പം ഈ അവരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് തോന്നുന്നതാണോ സത്യമാണോ എന്നറിയത്തില്ല, അവർ ഒറ്റപ്പെടുന്ന പോലെ തോന്നി. ഒറ്റപ്പെടുകയും ചെയ്ത് ഭർത്താവ് ഇവളെ കുറ്റം പറയുകയും ഒഴിവാക്കുകയും ചെയ്ത്. അപ്പോൾ ആ വീട്ടിൽ ആർക്കും അവൾ ഇല്ല. ഇഷ്യൂസായി, കുടുംബത്തിൽ ഇഷ്യൂ ആയി. അവൾ നമ്മളൊരാളെ കെട്ടിച്ച് വിട്ട് അവരുടെ കാര്യം നോക്കി അവർക്ക് മാതാപിതാക്കന്മാരുടെ ചുമട് ഇറക്കി വെക്കണമല്ല. അപ്പോഴാണ് അവർ പണ്ട് അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ കൊച്ചും കൂടി അവൾ തിരിച്ചു വരികയാണ്. അപ്പോൾ വീട്ടിൽ അസ്വീകാര്യമാകുന്ന അവസ്ഥയാണ് അവൾക്കറിയാം. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞിനെയും കൊല്ലാൻ നോക്കും. ഈ പ്രശ്നമൊക്കെ വന്നുള്ള പ്രശ്നം അതാണ്. എന്നിട്ട് ഇവൾ കരഞ്ഞുകൊണ്ട് ആരും അവൾക്കില്ല, വീട്ടുകാരുമില്ല, കെട്ടിച്ച വീട്ടുകാരുമില്ല, എല്ലാം പെട്ടെന്ന് എല്ലാം തീർന്ന് ഇവൾക്ക് ജീവിതമില്ലെന്ന് കണ്ടപ്പോൾ ഇവർ അന്ന് മരിക്കുകയാണ്. അപ്പം ആ മരിക്കണ മുമ്പ് ഇവൾ കുഞ്ഞിനെ ഉമ്മ വെക്കും. കുഞ്ഞിനെ ഉമ്മ വെക്കുമ്പോൾ കുഞ്ഞ് ഈ തലയുടെ താഴെ നിന്ന് കൃപാസനം പത്രം എടുത്ത് അമ്മക്ക് കൊടുക്കും. 2 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. എന്നിട്ട് കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പോൾ ആ അമ്മ കുഞ്ഞ് ഉറങ്ങണതേ ദൈവം ഒരാളെ ജീർണിക്കണ്ട, എൻ്റെ നിർമ്മലൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ജീർണിക്കാൻ പോകുമ്പോൾ ദൈവം സംരക്ഷിക്കേണ്ട. ഇത്രയും നാൾ അവളുടെ തലയ്ക്കഭാഗത്ത് കൊന്തയും ബൈബിളും വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിനൊരു നന്ദിയുണ്ട് അവളോട്. അവളെ നശിക്കാൻ ദൈവം അനുവദിക്കണില്ല. ഭർത്താവ് ഉപേക്ഷിച്ചാലും
നിൻ്റെ വീട്ടുകാർ നിൻ്റെ അപ്പനും അമ്മയും വിളിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കാത്ത അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയണത്, ഈ കുഞ്ഞ് 2 വയസ്സല്ലേ ഉള്ളു, കുഞ്ഞിന് അറിയത്തില്ല. കുഞ്ഞ് അത് എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിപ്പോവും. പക്ഷെ കുഞ്ഞിൻ്റെ കൈ അവിടെ തലയ്ക്ക് പറഞ്ഞ ബൈബിളിൽ അകത്ത് വെച്ചാണ് ഉറങ്ങണ കുഞ്ഞ്. അപ്പം ഇവളോട് പരിശുദ്ധാത്മാ പറയും കൈ അടയാളം വെച്ചിട്ട് എടുത്ത് വായിക്കാൻ പറയും. ഉടനെ ഇവൾ കൊതിയോടെ എടുത്തിട്ട് കൈ അടയാളം വെച്ചെടുത്ത് വായിക്കും. അതെന്താണെന്നറിയാമോ? ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം. അത് ഐസയാണ് 49:15. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അതാണ്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. എന്താ അർത്ഥം? എന്താണ്? എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ കൊത്തി വെച്ചിരിക്കണം. എന്തിനാ? എനിക്കിടക്കിടക്ക് നോക്കാൻ, നീ എന്ത് ചെയ്യണം നോക്കാൻ. അതാണ്, എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. അപ്പനും നിന്നെ കാണത്തില്ല, നിൻ്റെ ഭർത്താവ് നിന്നെ കാണത്തില്ല, നിൻ്റെ ഭാര്യ നിന്നെ കാണാത്ത കാലമുണ്ടെങ്കിലും കർത്താവിൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുന്നു, ഒരു നാളും മറക്കുന്നു. ആരും മറന്നാൽ മറക്കാത്തവൻ അന്ത്യത്തോളം